10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മുഖത്തേക്ക് പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങും. മെയിനായിട്ട് നമ്മുടെ ടെൻഷനും വെയിലേറ്റിട്ടുള്ള ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഡാർക്ക് സ്പോട്ട് ആണെച്ചാലും നമുക്ക് നമ്മുടെ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ ആണെച്ചും വരണത്. നമുക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നത് തടയാൻ പറ്റും. നമ്മളത് സ്കിൻ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ എല്ലാവർക്കും സാധിക്കാറില്ല, സത്യം. ഞാനും അതുപോലെയായിരുന്നു. എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുഖം ഇത്രയും പിഗ്മെൻറ്റേഷൻ വന്നതും പ്രശ്നങ്ങൾ വന്നതും. നമുക്ക് വേണ്ടി ടൈം കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി എടുക്കണം എന്ന് വെച്ച് കൊണ്ടുപോകുന്ന നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നാണെച്ചാലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും നമുക്ക് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. കുറച്ച് ടൈം നമുക്ക് വേണ്ടി ഭക്ഷണ കാര്യത്തിനാണെച്ചാലും ശരി, നമുക്ക് നമ്മുടെ ഫേസ് സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെച്ചാലും നമ്മൾ കുറച്ച് ടൈം നമുക്ക് വേണ്ടി ഒരു ദിവസം 1 മണിക്കൂർ നമുക്ക് വേണ്ടി നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരു പ്രായമാകുമ്പോഴേക്കും പിഗ്മെൻറ്റേഷൻ മുഖത്ത് മുഴുവനും നിറയും, അല്ലെങ്കിൽ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളായിരിക്കും, നമ്മൾ മുഖക്കുരു വന്ന ഒന്നും ശ്രദ്ധിക്കാതെ പാടുകളായിരിക്കും. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്പം ശ്രദ്ധിക്കാതെ പിന്നെ നമുക്കൊരു കുട്ടികളൊക്കെ ഇത്തിരി വലുതായി നമുക്ക് എവിടെയെങ്കിലും പോണ സമയമാകുമ്പോഴേക്കും നമുക്ക് തന്നെ തോന്നും, അയ്യോ എൻ്റെ സ്കിൻ എന്താ ഇങ്ങനെ, എൻ്റെ മുഖം എന്താ അങ്ങനെ. അത് നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അത് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങിക്കോ നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കറുത്തിട്ടാണെച്ചാലും വെളുത്തിട്ടാണെച്ചാലും ഇരുനിറക്കാർക്കും ആർക്കാണെങ്കിലും സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്, അല്ലേ? നമ്മുടെ മുഖം ഒന്ന് തിളങ്ങുമ്പോൾ എല്ലാവർക്കും അത് നല്ലത് തന്നെ. നമുക്ക് നമ്മുടെ മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നണം. എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ മുഖം നല്ലതാന്നുള്ളൊരിത്. എവിടെയെങ്കിലും മുമ്പ് ആൾക്കാർ ചോദിക്കും ചിലപ്പോൾ, എൻ്റെ മുഖത്ത് എന്ത് പറ്റി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ. നമുക്ക് അത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നുമില്ല, അല്ലേ? കാരണം നമുക്ക് തന്നെ അറിയാം, ഞാൻ സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ ആയത്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാരെ കാണും, അയ്യോ ആ പണ്ട് എങ്ങനെ ഇരുന്നതെന്ന് അതുപോലെ തന്നെ ഉണ്ട് അല്ലേ അവരെ കാണുമ്പോൾ എന്ന് നമ്മൾ പറയാറില്ലേ. ഇപ്പോഴും ചെറുപ്പമായിരിക്കണം. അതെന്തുകൊണ്ടാണ്? അവർ നല്ലപോലെ അവരുടെ സ്കിന്നാണെച്ചാലും ഹെൽത്ത് ആണെച്ചാലും അവർ ശ്രദ്ധിക്കുക. കാരണം അവരുടെ ഇത്രയും നല്ല പോലെ അവരുടെ ആ പ്രായത്തിലും ചിലപ്പോൾ നമുക്ക് 50 വയസ്സോ 40 വയസ്സോ ആയ ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ, ഇപ്പോൾ ഒരു 40 വയസ്സായ ആൾക്ക് കാണുമ്പോൾ ഒരു 30 വയസ്സ് തോന്നിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ എത്രമാത്രം സ്കിന്ന് ശ്രദ്ധിച്ചതുകൊണ്ടാണ് അവരുടെ സ്കിൻ ഇത്ര നല്ല അടിപൊളിയായിട്ടിരിക്കണം. അതുപോലെ നമുക്കും തുടങ്ങാം. ഇനി തുടങ്ങാത്തവർ ഇന്ന് തൊട്ട് സ്കിന്നും ഹെൽത്തും ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കും അതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ തുടങ്ങിയവർക്ക് ഞാനിപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ്, നല്ലൊരു ആയുർവേദ പാക്കാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പാക്ക് ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും പാടുകളും മാറ്റാനും മുഖത്തിനൊരു കളർ കൊണ്ടുവരാനും ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ ടാൻ മാറ്റാനും നമുക്കിത് സഹായിക്കും. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കിയിട്ട് വന്നാലോ? അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ പേര് ദീപ എന്നാ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് അമർത്തണം കേട്ടോ. കാരണം എന്താ അറിയോ, പലരും പറയുന്നുണ്ട് ദീപ വീഡിയോ ഇടാറില്ലേ, നോട്ടിഫിക്കേഷൻ വരണില്ലേ. ബെല്ലൈക്കൺ അമർത്താത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ബെല്ലൈക്കൺ അപ്പോൾ തന്നെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഈ ആയുർവേദ കൂട്ടുണ്ടാക്കി നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ പറ്റിയ നല്ലൊരു മാജിക് പാക്കാണേ. ഇപ്പം ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഉരുളക്കിഴങ്ങ് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് തോന്നുന്നു, നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ സഹായിക്കും. നിങ്ങൾക്കിത് അരച്ചിട്ടാണ് എടുക്കുക, അരച്ച് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ടാണെന്ന് വെച്ചാലും എങ്ങനെ നിങ്ങളുടെ സൗകര്യച്ചാൽ അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഇത് നമ്മൾ പൊട്ടറ്റോ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും. പിഗ്മെൻറ്റേഷൻ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷനാണ് ഇത് പെട്ടെന്ന് മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മളെ മുഖം വെളുക്കാനും പൊട്ടറ്റോ നമ്മളെ ഏറെ സഹായിക്കും. ഇപ്പോൾ ഞാൻ ഇതിലത്തെ ജ്യൂസ് മുഴുവൻ എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാൻ മൊത്തം ജ്യൂസും പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാനിവിടെ എടുക്കുന്നത്
ലിക്വറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണിത്. അത് നമുക്ക് ഇതിലേക്കൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ലിക്വറൈസ് പൗഡർ ആണെച്ചാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറും പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കും. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും മാറും. അതുപോലെ തന്നെ മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നം. അത് ഇതിലൂടെ മാറുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് ഉപയോഗിക്കുക. ഓരോ ദിവസം ഇടവിട്ടിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ വെച്ചെടുക്കുക. ഇതിപ്പോൾ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നമുക്കൊരു 4-5 ഡ്രോപ്സ് ഒലിവ് ഓയിൽ എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. അത് നമ്മുടെ പാലാണ്. പാലോ തൈരോ നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പാൽ കുറച്ചാണ് എടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് പച്ചപ്പാൽ നമുക്ക് എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് മാജിക് പാക്ക് എന്ന് പറയാൻ കാരണം ഇതിലുള്ള അടങ്ങിയിട്ടുള്ള 3 സാധനങ്ങളും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റണതാണ്. എൻ്റെ മുഖത്തെ ഒരു 4 വർഷം മുമ്പൊക്കെ ഉള്ള മുഖത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഞാനിവിടെ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ മുഖത്ത് എത്ര പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാനത് എങ്ങനെ മാറ്റിയെടുത്ത്. ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫേസിൽ നമ്മുടെ ഇതുപോലെയുള്ള ഓരോന്നും ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉപയോഗിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുത്തത്. അത് പൂർണ്ണമായും മാറി മൊത്തത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ പറയണില്ല. എന്നാലും എനിക്കൊരു 65% 80%ഓളം എൻ്റെ സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് പണ്ടത്തെ വെച്ചിട്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ, നല്ല കറുപ്പുണ്ട്. അത് മെലാസ്മയായി. ഞാൻ സത്യം പറഞ്ഞ സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എൻ്റെ സ്കിന്നിന് ഇത്രയും പ്രശ്നങ്ങൾ വന്ന്. നിങ്ങളതുപോലെ ആക്കിയെടുക്കണ്ട. നമുക്ക് എന്ത് തേക്കുമ്പോഴും ചെറിയൊരു മസാജ് കൊടുക്കുക. ആ മസാജ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, അതുവഴി നമുക്ക് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരു പരിധി വരെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അതിന് ശേഷം നമുക്ക് പാക്ക് നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് ലിക്വറൈസ് പൗഡർ ആയാലും ശരി, ഓറഞ്ച് പീൽ പൗഡർ വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ അഥവാ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം. ലിക്വറൈസ് പൗഡർ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടണതാണ്. അങ്ങനെ നാട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെ അങ്ങാടിക്കടയിലോ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ അവിടുന്ന് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 2-3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കും. നമ്മുടെ സ്കിന്നിന് നോവാത്ത വിധത്തിൽ നല്ലൊരു മസാജ് കൊടുക്കുക. അതാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തേ. ഇനി നമുക്കിത് നല്ല കട്ടിക്ക് തന്നെ നമ്മുടെ മുഖത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൽ എത്ര നല്ലപോലെ പ്രവർത്തിക്കുക അറിയോ. ഞാൻ ഒത്തിരി പൊടി ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഉണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിഗ്മെൻറ്റേഷൻ മാറാൻ. ഈ ഒരു പൊട്ടറ്റോയുടെ പൊടി ആണെച്ചാലും ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ടാണെച്ചാലും അരച്ചിട്ടാണെച്ചാലും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലോണം റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലിക്വറൈസ് പൗഡറിൻ്റെ പാക്കറ്റ് ഞാനിപ്പോൾ എത്ര പാക്കറ്റായി വാങ്ങണം അറിയോ. ഞാൻ എൻ്റെ ഫേസിൽ ലിക്വറൈസ് പൗഡർ അത്രയും ഗുണം ചെയ്തൊരു കാര്യമാണ്. ഓറഞ്ച് പീൽ എല്ലാ വർഷവും ഞാനിവിടെ ഉണക്കി പൊടിച്ച് വയ്ക്കും. അത് പോരാതെ ഞാൻ ഓൺലൈനായിട്ടും വാങ്ങാറുണ്ട്. അത്രയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം, അല്ലാതെ നമ്മൾ 1 വട്ടം 2 വട്ടം ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ചെയ്യേ. 1 വട്ടം ചെയ്തു മാറില്ല. പിഗ്മെൻറ്റേഷൻ ഒരിക്കലും 1 വട്ടം കൊണ്ടോ 2 വട്ടം കൊണ്ടോ 10 വട്ടം കൊണ്ടോ മാറണതല്ല. ഞാനിപ്പോൾ എത്ര വർഷം കൊണ്ട് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്നിനെ ഒന്ന് മാറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറും. പിഗ്മെൻറ്റേഷൻ മാറുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല കളറായിരിക്കും, നല്ല പോലെ വെളുത്തതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നല്ല കട്ടിക്ക് തന്നെ ഇതിട്ട് കൊടുത്ത് ഞാനൊരു 20 മിനിറ്റ് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഫേസിലിട്ടിട്ടേ ഒരുപാട് ടൈമായി കേട്ടോ. ഞാനൊരു 10, 25, 30 മിനിറ്റോളം ഞാനിതിട്ടു. നല്ലപോലെ ഉണങ്ങി. ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് നല്ലപോലെ കഴുകിയിട്ട് വന്നു കേട്ടോ.
നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ടാന് പൂർണ്ണമായി മാറി, ആ ഡൽനെസ്സൊക്കെ മാറി, സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കണം. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലപോലെ വെളുത്തു മുഖം കേട്ടോ. നമുക്കൊരു 3-4 ഷെയ്ഡെങ്കിലും കൂടിയ പോലെ നല്ല കളർ വന്നിട്ടുണ്ട്. ഞാൻ ക്യാമറയുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നിരിക്കുക. ഇത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു പറഞ്ഞ ഡിസ്കളറേഷൻ ആണെച്ചാലും പിഗ്മെൻറ്റേഷൻ ആണെച്ചാലും ഡാർക്ക് സ്പോട്ട് ആണെച്ചാലും മൂക്കിൽ വന്ന പാടുകളാണെച്ചാലും ഒക്കെ മാറും കേട്ടോ. അത് അത്രയും നല്ല റിസൾട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മുഖം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു മാറ്റം നോക്ക്. ഞാനൊരു അരമണിക്കൂറോളം വെച്ചു കേട്ടോ മുഖത്ത്. കഴുകിയെടുത്തപ്പോൾ ഇത്രയും റിസൾട്ട് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ചെയ്യണേ.